നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വുഡ് യു മൈൻഡ് എന്നുള്ള എക്സ്പ്രഷനെ പറ്റിയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വുഡ് യു മൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊളൈറ്റായിട്ട് എന്തെങ്കിലും റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ പെർമിഷനുകളൊക്കെ ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് യു മൈൻഡ് സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് ഡയറക്റ്റ് ആദ്യം ഒരു സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് കിടക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക്? ഞാൻ പുക വലിക്കുന്നതിൽ, സ്മോക്ക് ചെയ്യുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് അവിടെ കൊടുക്കുന്ന ആശയം താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ, വിരോധമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നിങ്ങനെയുള്ളൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വുഡ് യു മൈൻഡ് ചേർത്തിരിക്കുന്നത്. അതായത് ഞാൻ സ്മോക്ക് ചെയ്യുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പൊളൈറ്റായിട്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പൊളൈറ്റായിട്ടുള്ള ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് യു മൈൻഡ് ചേർത്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വുഡ് യു മൈൻഡ് ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ അതിനൊരു ആൻസർ വുഡ് ചേർത്ത് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് ആൻസർ പറയാം. അപ്പോൾ അവിടെ ഞാൻ വുഡ് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് നോ ഐ വുഡിൻ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നോ ഐ വുഡിൻ എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, താങ്കൾക്ക് സ്മോക്ക് ചെയ്യാമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ യെസ് ഐ വുഡ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ആൻസർ എടുക്കാനായിട്ട്. ഞാൻ വുഡ് വെച്ച് അവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വുഡില്ലാതെയും പറയാം, ഇറ്റ്സ് ഓക്കെ എന്നും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ സ്മോക്ക് ചെയ്തോളാം, ഇറ്റ്സ് ഓക്കെ എന്നും പറയാം. എങ്ങനെ വേണമെങ്കിലും പറയാം. വുഡ് വെച്ച് അവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ വുഡ് യു മൈൻഡിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കും. താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ, എതിർപ്പുണ്ടോ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് യു മൈൻഡ് സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? അതേപോലെ വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വുഡ് യു മൈൻഡ് കഴിഞ്ഞതിന് ശേഷം ഇഫ് ക്ലോസിൽ ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ വെർബ് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. പാസ്റ്റും യൂസ് ചെയ്യാറുണ്ട്, പ്രസൻറ്റും യൂസ് ചെയ്യാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് രണ്ട് യൂസ് ചെയ്യുന്നതേക്കാം. പക്ഷേ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ വുഡ് യു മൈൻഡ് ചേർത്തുള്ള ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഗ്രാമർ എക്സാമിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പാസ്റ്റ് ടെൻസ് വേണം നിങ്ങൾ പൂരിപ്പിക്കാനായിട്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് പേജിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വെർബ് ഉപയോഗിക്കണം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഈവൻ നേറ്റീവ് സ്പീക്കേഴ്സ് വരെ മാറ്റിയും മറിച്ചുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വുഡ് യു മൈൻഡ് ചേർത്ത് സംസാരിക്കാം. അപ്പോൾ വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഞാനിവിടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. അവിടെ സിറ്റും നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ സിറ്റും പറയും, അതേപോലെ തന്നെ സാറ്റും പറയും. രണ്ടും പറയും, വെർബിൻ്റെ രണ്ട് ഫോം പറയും. എല്ലാ സെൻറ്റൻസും ആ ഒരു സെൻറ്റൻസ് മാത്രമല്ല, ഞാൻ തൊട്ട് മുമ്പെടുത്ത വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക് എന്ന് പറഞ്ഞ ആ സെൻറ്റൻസും അത് സ്മോക്ക് എന്നും പറയാം, പാസ്റ്റ് ടെൻസ് ഫോമായ സ്മോക്ക്ഡ് എന്നും പറയാം. രണ്ട് രീതിയിലും നേറ്റീവ് സ്പീക്കേഴ്സ് പറയാൻ ചാൻസ് ഉണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. എക്സാമിനാണെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ടെൻസ് ഫോമേ എഴുതാവൂ. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം സംസാരിക്കുന്ന കാര്യം നിങ്ങൾ പേടിക്കുമെന്ന് വേണ്ട, ധൈര്യമായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം വുഡ് യു മൈൻഡ് വെച്ച്. വുഡ് യു മൈൻഡ് ഇഫ് ഐ കെയിം ടു യുവർ പാർട്ടി? ഞാൻ താങ്കളുടെ പാർട്ടി വരുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിരോധമുണ്ടോ, എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഈ വെർബ് അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ വെർബ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഇത് കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റിയാണോ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഒരിക്കലുമല്ല. ഇതിൻ്റെ സിറ്റുവേഷൻ എന്തെങ്കിൽ പ്രസൻറ്റ് ആകാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആകാം. അതാ നമ്മൾ ഏത് കാര്യത്തെപ്പറ്റിയാണോ സംസാരിക്കുന്നത്. ഈ സെൻറ്റൻസിൽ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നടക്കുന്ന പാർട്ടിയെ പറ്റിയാകാം, ചിലപ്പോൾ നാളെ നടക്കുന്ന പാർട്ടിയെ പറ്റിയാകാം അദ്ദേഹം പറയുന്നത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ കെയിം ടു യുവർ പാർട്ടി? ഞാൻ നിങ്ങളുടെ പാർട്ടിക്ക് വരുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ, പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സിറ്റുവേഷൻ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. പാസ്റ്റ് അല്ല, വെർബ് പാസ്റ്റാന്ന് വെച്ച് സിറ്റുവേഷൻ പാസ്റ്റ് അല്ല. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോൺവെർസേഷനാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. അത് മനസ്സിൽ വെച്ചിരിക്കുക. അദ്ദേഹം വരാൻ പോകുന്ന പാർട്ടി അല്ലെങ്കിൽ ഇപ്പം നടക്കാൻ പോകുന്ന പാർട്ടിയെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ കെയിം വിത്ത് യു? താങ്കളുടെ കൂടെ വരുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ടുക്ക് ദ ഡേ ഓഫ് ടുമോറോ? ഇതുണ്ടോ, നാളത്തെ കാര്യമാണ് പറയുന്നത്. നാളെ അവധി എടുക്കുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ, എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം വെർബ് പാസ്റ്റ് ആണെന്ന് വിചാരിച്ച് ഇത് പാസ്റ്റിലെ കാര്യം ഇതിൻ്റെ സെൻറ്റൻസ് കഴിഞ്ഞു പോയ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആ ഒരു ഐഡിയ ആണ് ഈ സെൻറ്റൻസിന് വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് എടുക്കുക കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോറോ യുവർ കാർ ടു നൈറ്റ്? ഇന്ന് താങ്കളുടെ കാറ് ഇന്ന് എനിക്കൊന്ന് കടം തരുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും
പ്രശ്നമുണ്ടോ എതിർപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ ഫോൺ നൗ? ഞാൻ താങ്കളുടെ ഫോൺ ഇപ്പോൾ ഒന്ന് ഉപയോഗിക്കുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അവിടെ നൗ ഞാൻ ചേർത്തിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നൗ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വുഡ് യു മൈൻഡ് കഴിഞ്ഞതിന് ശേഷം വെർബിൻ്റെ ING ഫോമിൽ നിങ്ങൾക്ക് വരുന്നത് കാണുവാൻ സാധിക്കും. ആ ഒരു ഫോം, ആ വെർബിൻ്റെ ഒരു ING ഫോമിനെ ആ സെൻറ്റൻസിൽ ജെറണ്ട് എന്നാണ് പറയാറുള്ളത്. വുഡ് യു മൈൻഡിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, ജെറണ്ട് യൂസ് ചെയ്യുന്നു. ജെറണ്ട് എന്നുള്ള പേര് കേട്ടൊന്നും പേടിക്കരുത്, ഒന്നുമില്ല, വെർബ് തന്നെയാണ്. വെർബ് ഒരു സെൻറ്റൻസിൽ നൗണായിട്ട് ആക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ജെറണ്ട് എന്നാണ് വിളിക്കുന്നത്. ആ വെർബിനെ നമ്മൾ ജെറണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഗ്രാമാറ്റിക്കലി ഞാനിങ്ങനെ പറയുന്നത് കേട്ട് പേടിക്കരുത്, വളരെ സിമ്പിളായിട്ട് എടുക്കുക. ആ സെൻറ്റൻസ്, ഞാൻ ഒരു സെൻറ്റൻസ് വായിക്കാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, റിക്വസ്റ്റ് ചെയ്യുവാണ്. ആ ഒരു സെൻറ്റൻസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ്? കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമോ? അതായത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ വുഡ് യു മൈൻഡ് ചേർത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ജെറണ്ടാണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ജെറണ്ട് എന്നുള്ള ഒരു പേര് ഓർത്ത് വെച്ചിരിക്കുക. ജെറണ്ടിൻ്റെ ക്ലാസ് എടുക്കുന്നതായിരിക്കും, വളരെ ഈസിയാണ്. അപ്പോൾ വെർബ് തന്നെയാണ് സംഭവം, വെർബിൻ്റെ ING ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പിൽ നമ്മൾ സംസാരിക്കാൻ കൂടുതലായിട്ട് വേറൊരാളോട് ഒരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴാണ് നമ്മളിങ്ങനെ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ജെറണ്ട് എന്നുള്ള പേര് കേട്ട് പിന്നെ ഞാൻ പറയുന്നത് പേടിക്കരുത്, ഒന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞതിന് ശേഷം ജെറണ്ടും വരാറുണ്ട്, അതായത് വെർബിൻ്റെ ING ഫോമും വരാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകളാണ് ഞാൻ താഴോട്ട് എഴുതിയിട്ടുള്ളത്. വുഡ് യു മൈൻഡ് വെയിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്, വുഡ് യു മൈൻഡ് ചേർത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആൻസർ പറയാം, അത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. വുഡ് ചേർത്ത് നോ ഐ വുഡിൻ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഐ വുഡിൻ മൈൻഡ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് റീപ്ലൈ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ മൂവ് ദിസ് ടേബിൾ? ഈ ടേബിൾ ഒന്ന് മൂവ് ചെയ്യാൻ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അവിടെ വുഡ് യു മൈൻഡ് ചേർത്താണ് ചോദിക്കുന്നത്, അതായത് കുറച്ചുകൂടി പൊളൈറ്റായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളോടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. ഈ ടേബിൾ ഒന്ന് മൂവ് ചെയ്യുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ആൻസർ കൊടുക്കാം, നോട്ട് അറ്റ് ഓൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് കൊടുക്കാം. രണ്ടിൻ്റെ ആശയം ഒന്നാണ്, ഏത് രീതിയിൽ നിങ്ങൾക്ക് ആശയം കൊടുക്കാം. അല്ലെങ്കിൽ നോ ഓഫ് കോഴ്സ് നോട്ടെന്നും പറയാം, ഒരു കുഴപ്പമില്ല, ഞാൻ സഹായിക്കാമെന്നാണ് എൻ്റെ ആശയം. രണ്ട് ആൻസർ അവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ടേണിംഗ് ഡൗൺ ദ വോളിയം? ഒന്ന് കുറയ്ക്കാമോ? പാട്ട് ഉറക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറയുകയാണ് വുഡ് യു മൈൻഡ് ടേണിംഗ് ഡൗൺ ദ വോളിയം ഒന്ന് കുറയ്ക്കാമോ? അപ്പോൾ വുഡ് യു മൈൻഡ് ചേർത്താണ് വിചാരിക്കുന്നത്. അതിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിച്ചല്ലോ, മനസ്സിലതൊന്ന് കരുതി വെച്ചാൽ മതി. താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരാശയമാണ് വുഡ് യു മൈൻഡ് ആ സെൻറ്റൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഗീവ് മീ എ ഹാൻഡ്? ഇതെന്നെ ഒന്ന് പിടിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആ ഒരു രീതിയിൽ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒന്ന് സഹായിക്കുമോ, ഇതൊന്ന് പിടിക്കുവാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വുഡ് യു മൈൻഡ് ഗീവ് മീ എ ഹാൻഡ്? ഇതൊന്ന് പിടിക്കുവാൻ, ഈ അലമാര ഒന്ന് പിടിക്കുവാൻ, ഈ ടേബിൾ ഒന്ന് പിടിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ വുഡ് യു മൈൻഡ് ചേർത്താണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊരാശയമാണ് അത് കൊടുക്കുന്നത്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് എ ഫ്യൂ മിനിറ്റ്സ്? ഐ വിൽ ബി റൈറ്റ് ബാക്ക്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഐ വിൽ ബി റൈറ്റ് ബാക്ക്, ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ? ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ് ഹിയർ. ജനലൊന്ന് അടയ്ക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ തണുപ്പെടുക്കുന്നു, ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ് ഹിയർ, തണുപ്പെടുക്കുന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് പാസിംഗ് ദാറ്റ് ബോട്ടിൽ? ആ ബോട്ടിൽ നിന്ന് പാസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ വുഡ് യു മൈൻഡ് ചേർത്ത് അവിടെ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ സ്ട്രേഞ്ചറോട് ആണ്, അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളോടാണ് നമ്മൾ ആ റിക്വസ്റ്റ് ചോദിച്ചത്. അതുകൊണ്ടാണ് നമ്മളവിടെ വുഡ് യു മൈൻഡ് ചേർത്ത് ചോദിച്ചത്. ആ ബോട്ടിൽ നിന്ന് പാസ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ എന്ന് പൊളൈറ്റായിട്ട് ചേർത്ത് ആ ഒരു ഐഡിയയിൽ നമ്മൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വേണം നിങ്ങൾ അതിൻ്റെ ആശയം എടുക്കാനായിട്ട്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഷോവിങ് യുവർ പ്രോജക്റ്റ്? എൻ്റെ പ്രോജക്റ്റ് ഞങ്ങളെ ഒന്ന് കാണിക്കുന്നതിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ, എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പൊളൈറ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് സെൻഡിങ് ദാറ്റ് മെയിൽ ഫോർ മീ? എനിക്ക് വേണ്ടി നീ ആ മെയിലൊന്ന് സെൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റിക്വസ്റ്റുകൾ മാത്രമല്ല, ചില സമയത്ത് വുഡ് യു മൈൻഡ് നമ്മൾ
ദേഷ്യപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. അതായത് വുഡ് യു മൈൻഡ് ചേർത്ത് നമ്മൾ ദേഷ്യപ്പെട്ടും സംസാരിക്കാറുണ്ട്. അത് ആ സെൻറ്റൻസിൻ്റെ സാഹചര്യത്തിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും വുഡ് യു മൈൻഡ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ചില സമയത്ത് വുഡ് യു മൈൻഡ് ചേർത്ത് നിങ്ങളത് ദേഷ്യപ്പെട്ടും ആൾക്കാർ കാര്യങ്ങൾ പറയാറുണ്ട്, ഓർഡറൊക്കെ തരാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനത്തെ 3 സെൻറ്റൻസ് എടുക്കാം. അത് കംപ്ലീറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. വുഡ് യു മൈൻഡ് എന്നുള്ള വേർഡിനെ അനുസരിച്ചല്ല, സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഞാനൊരു സെൻറ്റൻസ് വായിക്കാം. ഒരു ടീച്ചർ ഒരു കുട്ടിയോട് പറയുന്നതാണ്, വുഡ് യു മൈൻഡ് ടെല്ലിങ് അസ് വൈ യു ആർ ലേറ്റ്? നീ എന്താ ലേറ്റ് ആയത് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റനാണ്. അപ്പോൾ അവിടെ ടീച്ചർ പൊളൈറ്റായിട്ടാണ് ചോദിച്ചതെങ്കിലും ആ സിറ്റുവേഷൻ ഒരു ചിലപ്പം ബാഡ് സിറ്റുവേഷൻ ആകാം, വളരെ ലേറ്റായിട്ടായിരിക്കും വന്നത്, വളരെ മോശമായിട്ടായിരിക്കും വന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ അത് എന്താ പറയുക, കുറച്ച് ദേഷ്യം, അതായത് ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട്, ദേഷ്യപ്പെടുന്ന ഒരു രീതിയിലോട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ വാട്ട് യു ആർ ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. ഇവിടെ നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് നിനക്ക് അത് പറയുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ അവിടുത്തെ ആ സിറ്റുവേഷൻ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വുഡ് യു മൈൻഡ് ചേർത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ചൂടായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയും കേൾക്കുവാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഒരു സെൻറ്റൻസ് കൂടെ പറയാം. വുഡ് യു മൈൻഡ് ഷട്ടിങ് അപ്പ് ഫോർ എ മിനിറ്റ്? കുറച്ച് നേരത്തേക്കൊന്ന് മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. ഇന്ന് മിണ്ടാതിരിക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നൊരു ആശയത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അത് ചൂടായാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് കംപ്ലീറ്റ്ലി ആ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് കേൾക്കുവാൻ ചാൻസ് ഉള്ളതാണ്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പം സിറ്റുവേഷനോട് നിങ്ങൾ നോക്കുക. വുഡ് യു മൈൻഡ് പൊളൈറ്റായിട്ട് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് ആണെന്ന് അത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ചില സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു രീതിയിലും മാറാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കരുതി വെച്ചിരിക്കുക. അപ്പോൾ വുഡ് യു മൈൻഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈഫ് ക്ലോസിൽ വരുമ്പോൾ വുഡ് യു മൈൻഡ് ഈഫ് വെച്ച് നിങ്ങൾ വുഡ് യു മൈൻഡ് ഈഫ് ചേർത്ത് പറയുമ്പോൾ രണ്ടാമത് വെർബ് പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രസൻറ്റ് ടെൻസിൽ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എക്സാമൊക്കെ എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഓർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ ING ഫോം വരാറുണ്ട്. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ING ഫോം ചേർത്ത് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതും ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ വുഡ് യു മൈൻഡിന് പകരം നമ്മൾ ഡു യു മൈൻഡ് ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ഡു യു മൈൻഡ് ചേർത്ത് അതിനും ഇതേ സെയിം ആശയം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ചെറിയൊരു റിക്വസ്റ്റിൻ്റെ ആ ഒരു പൊളൈറ്റ്നെസ്സിന് മാത്രമേ ഒരു ചെറിയൊരു വ്യത്യാസം. ഡു യു മൈൻഡ് കുറച്ചുകൂടെ ഡയറക്റ്റാണ്, മീൻസ് ആ പൊളൈറ്റ്നെസ് കുറച്ചുകൂടെ കുറവാണ്, കുറച്ചുകൂടെ ഡയറക്റ്റാണ്. മീൻസ് നമ്മളെ കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാരടുത്ത്, നമ്മുടെ ഫ്രണ്ട്സിനടുത്ത്, സുഹൃത്തുക്കളുടെ നമ്മൾ ചോദിക്കുമ്പോഴാണ് ഡു യു മൈൻഡ് ചേർത്ത് ചോദിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡു യു മൈൻഡ് ചേർത്ത് നമുക്ക് ഇതേ സെൻറ്റൻസുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഒരു വ്യത്യാസം മാത്രം, ഡു യു മൈൻഡ് ചേർത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഈഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, വെർബിൻ്റെ ഒന്നാമത്തെ ഫോമായ V1 ഫോം പ്രസൻറ്റ് ടെൻസിൽ അല്ലെങ്കിൽ ബേസ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ഡു യു മൈൻഡ് ചേർത്ത് 2-3 സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, ഡു യു മൈൻഡ് വെയിറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. നമ്മൾ വുഡ് യു മൈൻഡും ചേർത്ത് ഇതേ ക്വസ്റ്റൻ നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഡു യു മൈൻഡിലും വുഡ് യു മൈൻഡിലും ING ഫോം വരാറുണ്ട്, ജെറൻഡ് വരാറുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് വേണമെങ്കിലും കൊടുക്കുക. നോ ഐ ഡോണ്ട്, എനിക്ക് പ്രശ്നമില്ല എന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാം. 2-3 സെൻറ്റൻസ് നോക്കാം. ഡു യു മൈൻഡ് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡിൽ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കൊരു ക്വസ്റ്റനാണ്. അപ്പോൾ ഡു യു മൈൻഡ് വുഡ് യു മൈൻഡ് ചേർത്ത് ചോദിക്കാം. ഇവിടെ ഡു യു മൈൻഡ് ചേർത്ത് ചോദിച്ചതിൻ്റെ കാരണം അദ്ദേഹം രണ്ടുപേരും തമ്മിൽ അറിയാൻ കുറച്ചുകൂടി അടുപ്പമുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് ഡു യു മൈൻഡ് ചേർത്ത് ചോദിച്ചിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അവിടെ ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നുള്ളൂ. നോ ഐ ഡോണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നോ ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വർക്ക് ചെയ്യാം എന്ന് അദ്ദേഹം റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ സിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സാറ്റല്ല. അപ്പോൾ ഡു യു മൈൻഡ് ചേർത്ത് പറയുമ്പോൾ നിങ്ങൾ ആ ഇഫ് ക്ലോസിൽ നിങ്ങൾ വെർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലെ ഫോം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. V1 ഫോം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് മാറ്റിയും മറിച്ചും ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാം. അത് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഡു യു മൈൻഡ് ചേർത്തും പറയുമ്പോൾ നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. സ്പോക്കൺ ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാം, പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിറ്റുവേഷൻ എല്ലാം പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സിറ്റുവേഷനാണ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പം ഗ്രാമാറ്റിക്കലി പറയുവാണെങ്കിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? അതിൻ്റെ ബേസ് ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, വെർബിൻ്റെ ബേസ് ഫോമാണ്. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ അവർ മാറ്റിയും മറിച്ചും യൂസ് ചെയ്യാറുണ്ട്. അതൊന്ന് മനസ്സിൽ കരുതി വയ്ക്കുക. 2 രീതിയിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. ഡു യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ എന്നും പറയാറുണ്ട്, സിറ്റ് ഹിയർ എന്നും പറയാറുണ്ട്. ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്.
രണ്ടു സെൻറ്റൻസ് നോക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ സ്ലീപ്പ് ഇൻ യുവർ റൂം? എൻ്റെ റൂമിൽ കിടക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ഇഫ് ഈ സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ ഹിയർ? അവൻ്റെ ബർത്ത്ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ചേഞ്ചിങ് ദ സീറ്റ് ഒന്ന് മാറിയിരിക്കുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫ്രണ്ട്സ് തമ്മിൽ ചോദിക്കുന്നതാണ്. ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയും വുഡ് യു മൈൻഡ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ഒരാളോട് താങ്കളുടെ സീറ്റിൽ നിന്ന് അങ്ങോട്ട് നമ്മളോട്ട് സ്വാപ്പ് ചെയ്തോട്ടെ, മാറി ഇരുന്നോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വുഡ് യു മൈൻഡ് ചെയ്ത് സംസാരിക്കുക. ഡു യു മൈൻഡ് ഉപയോഗിക്കാതെ വുഡ് യു മൈൻഡാണ് അവിടെ ആ സിറ്റുവേഷൻ അനുയോജ്യം. അതേപോലെ തന്നെ നെക്സ്റ്റ്, ഡു യു മൈൻഡ് സ്മോക്കിംഗ് സംവെയർ എൽസ്? മറ്റേതെങ്കിലും സ്ഥലത്ത് മറ്റെവിടെയെങ്കിലും പോയി സ്മോക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മീൻസ് ഒന്നും മറ്റെവിടെയെങ്കിലും പോയി ഒന്ന് സ്മോക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡു യു മൈൻഡ് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഡു യു മൈൻഡ് ചേർത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ചേർത്ത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വുഡ് യു മൈൻഡ് അതിൻ്റെ ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഡു യു മൈൻഡ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.